ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം നിഷേധിച്ച് ഹൈക്കോടതി. വിചാരണ കോടതിയുടെ ജാമ്യ ഉത്തരവ് ഹൈക്കോടതി സ്റ്റേ ചെയ്തു. ഉത്തരവിലെ ചില നിരീക്ഷണങ്ങൾ ശരിയല്ല എന്നാണ് കോടതി നിരീക്ഷണം. വിവരങ്ങളുമായി എസ് നന്ദഗോപൻ ചേരുന്നു. നന്ദഗോപൻ, എന്തായാലും ഡൽഹി മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ ജാമ്യം നിഷേധിച്ചുകൊണ്ടുള്ള പുതിയ കോടതി ഉത്തരവാണ് പുറത്തു വരുന്നത്. എന്തെല്ലാമാണ് കോടതിയുടെ നിരീക്ഷണങ്ങൾ? വിനോദ്, ഡൽഹി ഹൈക്കോടതിയാണ് ഇപ്പോൾ പൂർണ്ണമായും അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം നിഷേധിച്ചിരിക്കുന്നത്. നേരത്തെ ഇത് സംബന്ധിച്ചിട്ടുള്ള ജാമ്യ ഹർജി പരിഗണിച്ച കോടതി വിശദമായി തന്നെ വാദം കേൾക്കേണ്ടിയിരിക്കുന്നത്, പരിശോധിക്കേണ്ടിയിരിക്കുന്നു എന്ന് വ്യക്തമാക്കിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ 21-ാം തീയതി വിചാരണ കോടതി നൽകിയ ജാമ്യം ആദ്യം ഹൈക്കോടതി താൽക്കാലികമായി സ്റ്റേ ചെയ്യുന്നു. പിന്നീട് ഇത് സംബന്ധിച്ചിട്ടുള്ള കൃത്യമായ രേഖകളും മറ്റും പഠിക്കുവാനുള്ള സമയം നോക്കിയതിനു ശേഷം ഇന്നിപ്പോൾ ഒരു അന്തിമ വിധി ഇതിന്മേൽ പറഞ്ഞിരിക്കുന്നു. അതായത് കോടതി ചൂണ്ടിക്കാണിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇ ഡി ഈ ജാമ്യത്തെ കൃത്യമായി തന്നെ എതിർക്കുന്നു. എന്നാൽ അതിനെ എതിർക്കുവാനുള്ള രേഖകളും മറ്റും ഹാജരാക്കുവാൻ വേണ്ടി അരവിന്ദ് കെജ്രിവാളിനോ അല്ലെങ്കിൽ അരവിന്ദ് കെജ്രിവാളിന്റെ അഭിഭാഷകനോ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. മാത്രമല്ല, ഈ റോസ് അവന്യൂ കോടതിയുടെ, അതായത് വിചാരണ കോടതിയുടെ ചില നിരീക്ഷണങ്ങൾ ഇത് സംബന്ധിച്ചിട്ടുള്ള ഈ ജാമ്യം നൽകുവാൻ വേണ്ടി കോടതി നടത്തിയ ചില നിരീക്ഷണങ്ങൾ അത് തെറ്റായി പോയി എന്നുള്ളതാണ് ഇപ്പോൾ ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അതായത് കള്ളപ്പണം വെളുപ്പിക്കൽ കേസിലെ നിയമങ്ങൾ പലതും അത് കൃത്യമായി തന്നെ അത് പഴുതടച്ച് പരിശോധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഹൈക്കോടതി കണ്ടെത്തിയിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം നിഷേധിച്ചിരിക്കുന്നത്. അരവിന്ദ് കെജ്രിവാളിനെയും അതേപോലെ തന്നെ ആം ആദ്മി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം കനത്ത തിരിച്ചടിയാണ്. നേരത്തെ സുപ്രീം കോടതി അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം നൽകിയത് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ പങ്കെടുക്കുവാൻ വേണ്ടിയായിരുന്നു. അതിനുശേഷം അദ്ദേഹം വീണ്ടും ഇടക്കാല ജാമ്യം നീട്ടി നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയെ സമീപിച്ചെങ്കിലും സ്ഥിര ജാമ്യത്തിനായി റോസ് അവന്യൂ കോടതി വിചാരണ കോടതിയെ സമീപിക്കാനായിരുന്നു അന്ന് സുപ്രീം കോടതി നിർദ്ദേശിച്ചത്. അങ്ങനെ വിചാരണ കോടതിയെ സമീപിച്ച അരവിന്ദ് കെജ്രിവാളിന് അവിടെ നിന്നും ജാമ്യം ലഭിച്ചു. അരവിന്ദ് കെജ്രിവാളിന്റെ ആ ജാമ്യത്തെ എതിർത്തുകൊണ്ട് ED ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജി പരിഗണിച്ചുകൊണ്ടാണ് ഇതിന്മേൽ ഇപ്പോൾ വ്യക്തമായ ഒരു സ്റ്റേ ഉണ്ടായിരിക്കുന്നത്. വിനോദ്.